ഒലവക്കോട് റെയിൽവേ ഹയർ സെക്കൻഡറി സ്കൂളിൽ 100% വിജയം ഉറപ്പിക്കാൻ വിദ്യാർത്ഥിയെ +2 പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല എന്ന പരാതി ശരിയാണെന്ന് കണ്ടെത്തൽ. റെയിൽവേ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ തെളിവെടുപ്പിലാണ് ഈ കണ്ടെത്തൽ. മാർച്ച് 1 നടന്ന ഫിസിക്സ് പരീക്ഷ എഴുതുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. വിഷയത്തിൽ കലക്ടർ എസ് ചിത്രയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വാങ്ങിവെച്ച ഹാൾ ടിക്കറ്റ് വിദ്യാർത്ഥിക്ക് തിരികെ നൽകുകയും ചെയ്തു. നിഖിൽ പ്രമേഷ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. നിഖിൽ, ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് ഈ +2 പരീക്ഷ ഈ വിദ്യാർത്ഥിയുടെ പരാതി മുഴുവൻ ശരിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, ഈ മോഡൽ എക്സാമിന് മാർക്ക് കുറഞ്ഞതിനെ തുടർന്ന് ഈ വിദ്യാർത്ഥിയെ പൊതുപരീക്ഷ എഴുതിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്കൂൾ അധികൃതർ എത്തിച്ചേരുകയായിരുന്നു. ഇതിലേക്ക് നയിച്ച കാരണം എന്നുള്ളത് പരീക്ഷ എഴുതുന്ന മുഴുവൻ കുട്ടികളും വിജയിച്ചാൽ മാത്രമേ 100% വിജയം അവർക്ക് അവകാശപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി പരീക്ഷ എഴുതിയാൽ പരാജയപ്പെടുകയാണെങ്കിൽ 100% വിജയം അവകാശപ്പെടാൻ കഴിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഈ കുട്ടിയെ പരീക്ഷ എഴുതിക്കാതെ സ്റ്റേ എക്സാം എഴുതിയാൽ മതി എന്നുള്ള നിർദ്ദേശം ഈ വിദ്യാർത്ഥിക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംഭവം വാർത്തയായതിനു പിന്നാലെയാണ് ഇപ്പോൾ റെയിൽവേ ഇന്റലിജൻസ് വിഭാഗം ഈ വിഷയത്തിൽ തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. മോഡൽ പരീക്ഷയിൽ മാർക്ക് കുറവായ വിദ്യാർത്ഥിയുടെ വിഷയം കളക്ടർ എസ് ചിത്രയും ഈ വിഷയത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സ്കൂളിൽ വാങ്ങി വെച്ചിരുന്ന ഹാൾ ടിക്കറ്റ് ഈ വിദ്യാർത്ഥിക്ക് മടക്കി നൽകിയിട്ടുണ്ട്. സാധാരണ കുട്ടികൾക്ക് ഇത് പരീക്ഷയ്ക്ക് മുൻപ് നൽകിയാൽ പിന്നീട് പരീക്ഷയൊക്കെ പൂർത്തിയായ ശേഷമാണ് കുട്ടികളുടെ കൈവശം തന്നെയാണ് ഹാൾ ടിക്കറ്റ് വെക്കാറുള്ളത്. പക്ഷേ ഈ കുട്ടിയിൽ നിന്ന് ഓരോ പരീക്ഷയ്ക്ക് വരുമ്പോഴും ഹാൾ ടിക്കറ്റ് സ്കൂളിൽ നിന്ന് നൽകുകയാണ് ഉണ്ടായത്. എന്തായാലും ആ ഹാൾ ടിക്കറ്റ് ഇപ്പോൾ മടക്കി നൽകിയിരിക്കുകയാണ് വിദ്യാർത്ഥിക്ക്. മാർച്ച് 1 നടന്ന ഫിസിക്സ് പരീക്ഷയാണ് വിദ്യാർത്ഥിക്ക് വിലക്കിയത്. വിജയ ശതമാനത്തെ ബാധിക്കുമെന്ന് കരുതിയായിരുന്നു ഈ നടപടി. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ അടക്കം പ്രതിഷേധം ശക്തമാവുകയാണ്. എന്തായാലും ആ കുട്ടിക്ക് അവസരം നഷ്ടമായി. ഇനി സേ എക്സാം മാത്രമേ ആ വിദ്യാർത്ഥിക്ക് എഴുതാൻ കഴിയൂ. ഗോപി, ശരി. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.